ഹംപി സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിൽ റോയൽ എൻക്ലോഷറിന്റെ ബാക്കി ഭാഗങ്ങൾ, വിരൂപാക്ഷ ക്ഷേത്രം, രാമായണത്തിലെ ശബരി ആശ്രമം, ഹനുമാൻ ജനിച്ച അഞ്ജനാദ്രി പർവ്വതം മുതലായവയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നോബൽസ്മെൻ ക്വാർട്ടേഴ്സിനടുത്തായി 14-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ക്ഷേത്രമാണ് പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രം. തറനിരപ്പിൽ നിന്ന് ഏതാനും മീറ്റർ താഴെയായിട്ടാണ് ഇതിന്റെ നിർമ്മാണം. ക്ഷേത്രമേൽക്കൂര നിലവിലെ ഭൂനിരപ്പിന് തുല്യമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ജലനിരപ്പ് ഉയർന്നുവരും. തുംഗഭദ്രാ നദിയിലെ ജലം ഇൻലെറ്റ് വഴി ഒഴുകി ക്ഷേത്രത്തെ ചുറ്റി ഔട്ട്ലെറ്റ് വഴി പുറത്തേക്കൊഴുകും. സനാന എൻക്ലോഷർ. സനാന എന്നാൽ ഉറുദുവിൽ സ്ത്രീകൾ എന്നാണ് അർത്ഥം. രാജകുടുംബാംഗങ്ങളായ സ്ത്രീകളുടെ താമസ സ്ഥലം. ഏകദേശം 30,000 സ്ക്വയർ മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു. രാജ്ഞിയുടെ കൊട്ടാരം, ജലമഹൽ, 3 വാച്ച് ടവറുകൾ, ലോട്ടസ് മഹൽ എന്നിവയാണ് ഈ എൻക്ലോഷറിനകത്തുള്ളത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പൂക്കാലം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുവാൻ എന്നവണ്ണം പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നമരം. ലോട്ടസ് മഹൽ ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ പണികഴിപ്പിച്ച മനോഹര നിർമ്മിതി. 24 തൂണുകളിൽ പണിത 2 നില കെട്ടിടം. മുകളിലെ നിലയിലെത്തിയാൽ എല്ലാ ഭാഗവും കാണാനാവുന്ന വിധത്തിൽ ചെറിയ കിളിവാതിലുകൾ. മേൽക്കൂരയിൽ ഒരു വലിയ ഗോപുരത്തിനു ചുറ്റും 9 ചെറിയ ഗോപുരങ്ങൾ. രാജകുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് വിശ്രമത്തിനും വിനോദത്തിനുമായി പണികഴിപ്പിച്ചതാണ്. ഇത് 2ാമത്തെ വാച്ച് ടവറും ജലമഹലും. 3ാമത്തെ വാച്ച് ടവർ. ആനപ്പന്തിയുടെ അരികിലായി ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച ഗാർഡ് ഹൗസ്. ഇതിന് നടുമുറ്റവും ഇടനാഴികളുമുണ്ട്. എന്നാൽ മുറികളോ അറകളോ ഇല്ല. തൊട്ടപ്പുറത്തുള്ള രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കൂടിയായിരിക്കാം ഇവിടെ നിർമ്മിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിലെ പീരങ്കിപ്പടയുടെ നേതൃത്വം യൂറോപ്പിൽ നിന്നുള്ള സൈനികർക്കായിരുന്നു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഒരു ഭൗതിക സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ആനപ്പന്തിയുടെയും ഗാർഡ് ഹൗസിന്റെയും ഭംഗി കാണുമ്പോൾ രാജകൊട്ടാരങ്ങൾ എങ്ങനെയായിരിക്കുമെന്നത് വിവരണങ്ങൾക്ക് അതീതമായിരിക്കും തീർച്ച. സ്റ്റേബിൾ. സനാന എൻക്ലോഷറിന്റെ ചുറ്റുമതിലിന് പുറത്തായിട്ട് രാജകീയ ചടങ്ങുകൾക്ക് പങ്കെടുപ്പിക്കുന്ന ആനകളെ പാർപ്പിക്കുന്നതിനായി നിർമ്മിച്ച ആനപ്പന്തി. ഹംപിയിൽ തകർക്കപ്പെടാതെ ബാക്കി വച്ചിരിക്കുന്ന ചുരുക്കം ചില കെട്ടിടങ്ങളിലൊന്ന്. ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. തുംഗഭദ്രാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിരൂപാക്ഷ ക്ഷേത്രം 7-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ്. ഹംപിയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രം. ശിവൻ ഇവിടെ വിരൂപാക്ഷനും പമ്പാപതിയുമാണ്. ആദ്യകാലത്ത് ഒരു ചെറിയ ക്ഷേത്രം, പിന്നീട് ചാലൂക്യ ഹൊയ്സാല ഭരണകാലത്തിൽ അവർ പുതുക്കിപ്പണിതു. 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് ഇതിനെ ഇന്ന് കാണുന്ന വലിയ ക്ഷേത്ര സമുച്ചയമാക്കി മാറ്റി. തുംഗഭദ്രാ നദിയുടെ ഒരു ഇടുങ്ങിയ ചാനൽ ക്ഷേത്രത്തിന്റെ മട്ടുപ്പാവിലൂടെ ഒഴുകി ക്ഷേത്രത്തിന്റെ അടുക്കളയിലേക്കും അവിടെ നിന്ന് പ്രാകാരത്തിലൂടെ പുറത്തേക്കും ഒഴുകുന്നു. രാജവംശത്തിന്റെ നിരവധി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ച ക്ഷേത്രമാണിത്. സൂര്യപ്രകാശത്തിൽ ക്ഷേത്രഗോപുരത്തിന്റെ നിഴൽ തലകീഴായി ക്ഷേത്രത്തിന്റെ അകത്തെ ചുവരിൽ പതിയുന്ന വിസ്മയക്കാഴ്ച. വിജയനഗര വാസ്തുവിദ്യ തന്നെ ഒരു വിസ്മയമാണ്. പുരാണത്തിൽ ഭൂമിയെ താങ്ങി നിർത്തുന്നത് 8 ദിക്കുകളിൽ നിന്ന് 8 ആനകളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഐരാവതം മുതൽ സുപ്രതീക വരെ. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സിലെ 8 പണ്ഡിതന്മാരെ അഷ്ടദിഗ്ഗജർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ ഗോൾഡൻ പീരിയഡ് ഓഫ് ലിറ്ററേച്ചർ എന്നാണ് ഈ കാലഘട്ടത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. പ്രബന്ധത്തിന് ഇന്നത്തെ രൂപം നൽകിയത് ഈ 8 പേരാണ്. ഓരോ പണ്ഡിതനും ചുരുങ്ങിയത് ഒരു പ്രബന്ധകാവ്യമെങ്കിലും രചിച്ചിട്ടുള്ളവരാണ്. 1540 മുതൽ 1600 വരെയുള്ള ഈ കാലഘട്ടത്തെ പ്രബന്ധയുഗമെന്നും അറിയപ്പെടുന്നു. ഹേമകൂട പർവ്വതത്തിൽ വിജയനഗര കാലഘട്ടത്തിനു മുമ്പേ പണിത ക്ഷേത്രാവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ രാജഗോപുരം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന വിശാലമായ മാർക്കറ്റ്. ഒരു കാലത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ കൊണ്ട് ഇങ്ങ് നിറഞ്ഞ ഇടം. മാതംഗ പർവ്വതത്തിന് താഴെ വിരൂപാക്ഷ ക്ഷേത്രത്തിന് അഭിമുഖമായി ഒറ്റക്കല്ലിൽ പണിത നന്ദിപ്രതിമ. $750 മീറ്റർ നീളവും 35 മീറ്റർ വീതിയുമുള്ള മറ്റൊരു മാർക്കറ്റ്. രത്നങ്ങളും സ്വർണവുമെല്ലാം വാങ്ങാൻ ഇവിടെ ധാരാളം വിദേശ വ്യാപാരികൾ എത്തിയിരുന്നു.
കടലേക്കാല് ഗണപതി ക്ഷേത്രം ഹേമകൂട പർവ്വതത്തിന്റെ താഴ്വരയിൽ ഒറ്റക്കല്ലിൽ തീർത്ത 4.6 മീറ്റർ ഉയരത്തിലുള്ള ഗണപതി വിഗ്രഹം. ഹംപിയിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ പ്രതിമയാണ്. ഗണപതിയുടെ വയർ കടല പോലെയുള്ളത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഇവിടെ നിന്നാൽ ഹംപി ബസാർ, മാതംഗ പർവ്വതം, വിരൂപാക്ഷ ക്ഷേത്രം മുതലായവ കാണാം. ബഡാവിലിംഗ 3 മീറ്റർ ഉയരത്തിലുള്ള വലിയ ശിവലിംഗം. ഈ ശിവലിംഗത്തിന്റെ താഴത്തെ ഭാഗം എല്ലായ്പ്പോഴും വെള്ളത്തിലായിരിക്കും. നരസിംഹ പ്രതിമ 6.7 മീറ്റർ ഉയരമുണ്ട്. പീഠത്തിൽ പത്മാസനത്തിൽ ഇരിക്കുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കളിക്കോട്ട് യുദ്ധത്തിന്റെ പരാജയത്തെ തുടർന്ന് ശത്രുക്കൾ പ്രതിമ ഭാഗികമായി നശിപ്പിച്ചു. ഈ കവാടത്തെ തലവരകെട്ട ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വിജയ വിത്താല ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ്. റോഡിന് ഇരുവശത്തും വലിയ മാർക്കറ്റ്, വിത്താല ബസാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിദേശികളും സ്വദേശികളും കുതിരകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റായിരുന്നു ഇത്ര. ഹംപിയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെ ബന്ധിപ്പിക്കുന്ന 80ഓളം പ്രധാനപ്പെട്ട റോഡുകളുണ്ട്. മിക്കതും 30 മീറ്റർ വീതിയുള്ളവ. നിശ്ചിത ഇടവേളകളിൽ വാച്ച് ടവറുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ മുതലായവ നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്കും കൃഷിയിടത്തേക്കുമുള്ള റോഡുകൾക്ക് 10 മീറ്റർ വീതിയുള്ളവയാണ്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ ദേവരായ രണ്ടാമൻ പണി കഴിപ്പിച്ചതാണ് വിജയ വിത്താല ക്ഷേത്രം. വിത്താല എന്നാൽ വിഷ്ണുവിന്റെ അവതാരമാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്ത് പണി കഴിപ്പിച്ചത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് വിജയ വിത്താല ക്ഷേത്രം എന്ന പേര് വന്നത്. അമ്പത്താറ് പ്രധാന തൂണുകൾ. ഓരോ പ്രധാന തൂണിനു ചുറ്റും 7 ചെറിയ തൂണുകൾ. വിവിധ സംഗീതോപകരണങ്ങളുടെ സംഗീതം പൊഴിക്കുന്ന രാഗമണ്ഡപം. ഹംപി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ സ്റ്റോൺ ചാരിയറ്റാണ്. ഇത് വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന് സമർപ്പിച്ചിരിക്കുന്നതാണ്. ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം കണ്ട് ആകൃഷ്ടനായ കൃഷ്ണദേവരായർ അതുപോലെയൊന്ന് ഇവിടെയും പണി കഴിപ്പിച്ചതാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് ഒരു സിംഗിൾ സ്ട്രക്ചറായിട്ട് തോന്നുമെങ്കിലും ഇത് വലിയ ഗ്രാനൈറ്റ് ബ്ലോക്സ്, ജോയിന്റ്സ് കാണാത്ത വിധത്തിൽ യോജിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ്. 50 രൂപ നോട്ടിൽ കാണുന്നത് ഈ സ്റ്റോൺ ചാരിയറ്റിന്റെ ചിത്രമാണ്. ഉത്സവ മണ്ഡപം, കല്യാണ മണ്ഡപം, രാഗമണ്ഡപം എന്നിങ്ങനെ വിവിധ മണ്ഡപങ്ങൾ. ഒരു ഭാഗത്ത് വിശാലമായ അടുക്കളയും പന്തിഭോജനത്തിനുള്ള നീളമുള്ള ഹാൾ. രാഗമണ്ഡപത്തിലെ സംഗീതം പൊഴിക്കുന്ന തൂണുകളുടെ രഹസ്യമറിയാൻ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് 2 തൂണുകൾ അടർത്തിയെടുത്തു പരിശോധിച്ചു. ഒന്നും കണ്ടെത്താനായില്ല. അവർക്കറിയില്ലല്ലോ വിജയനഗര വാസ്തുവിദ്യയുടെ മനോഹാരിതയും അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വിസ്മയങ്ങളും. ഇവിടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ രാഗമണ്ഡപത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഒരു ദേവീക്ഷേത്രം. ഒരു സൈഡിലൂടെ ഇറങ്ങിച്ചെന്ന് പ്രദക്ഷിണം വെച്ച് കയറി വരുന്ന വിധത്തിലാണ് പ്രദക്ഷിണ വഴി ക്രമീകരിച്ചിട്ടുള്ളത്. അകത്ത് നല്ല ഇരുട്ടാണ്. ഇപ്പോൾ ഇവിടെ പൂജയൊന്നും നടക്കാറില്ല. ഫൈവ് ഡയമെൻഷൻ കാർവിംഗ്. ആദ്യത്തേത് തവള, നാഗം, താഴെ നാഗലിംഗം. വലിയ കുരങ്ങൻ കുട്ടിയെ മുകളിലേക്ക് വലിക്കുന്നു. പറക്കുന്ന ഹനുമാൻ.
കുരങ്ങൻ കുട്ടിക്ക് പാല് കൊടുക്കുന്നു. 15-ാം നൂറ്റാണ്ടിലെ ശില്പികളുടെ കരവിരുത്. ഈ വീഡിയോയുടെ 1-ാം ഭാഗവും ഇതുവരെയുള്ള ഭാഗങ്ങളും തുംഗഭദ്രയുടെ ഒരു സൈഡിലുള്ള കാഴ്ചകളാണ്. ഇനി തുംഗഭദ്രയുടെ മറുകരയിലെ കാഴ്ചകൾ. വിജയനഗര രാജാക്കന്മാരുടെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന കോട്ടയാണത്രേ ഇത്. ഈ കോട്ടയുടെ അവസാനം ഒരു ഗുഹയുണ്ട്. കിഷ്കിന്ധയിലെ രാജാവായിരുന്ന ബാലിയുടെ വാസസ്ഥലമായിരുന്നു ഇത് എന്ന് പറയപ്പെടുന്നു. നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠയുമുണ്ട്. കിഷ്കിന്ധയിലെ രാജാവായിരുന്ന ബാലിയുടെ വാസസ്ഥലമാണ് ഈ ഗുഹ എന്ന് പറയപ്പെടുന്നു. കോട്ടയിൽ നിന്നുള്ള പുറത്തെ കാഴ്ചകൾ. ചുറ്റും വിശാലമായി പരന്നു കിടക്കുന്ന നെൽവയലുകൾ. രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ ശബരിയാശ്രമ പ്രവേശം. ഈ ആശ്രമത്തിലെത്തിയ രാമലക്ഷ്മണന്മാരെ ശബരി സ്വീകരിക്കുകയും തന്റെ ദിവ്യജ്ഞാനത്താൽ സീത രാവണന്റെ തടവിലാണെന്നും അവരെ മോചിപ്പിക്കുവാനായി സുഗ്രീവന്റെയും ഹനുമാനെയും ഏർപ്പാട് ചെയ്തു കൊടുത്തത് ഈ ആശ്രമത്തിൽ വെച്ചായിരുന്നത്രേ. 515 സ്റ്റെപ്പുകൾ കയറി വേണം അഞ്ജനാദ്രി പർവ്വതത്തിന്റെ മുകളിലെത്താൻ. ഇതും ഇതിന്റെ അപ്പുറവും ചാടിക്കടക്കും ഈ ഞാൻ എന്നാണ് പറയുന്നത്. പകുതി സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞപ്പോൾ കർത്തവ്യതാമൂഢരായി നിൽക്കുന്ന രണ്ടുപേർ. ബാക്കി പടവുകൾ കയറി മുകളിലെത്തിയപ്പോൾ ആഞ്ജനേയന്റെ പ്രസാദമുണ്ടായത് ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ഹെലികോപ്റ്ററിൽ താഴേക്കിറക്കേണ്ടി വന്നേനെ. അഞ്ജനാദ്രി പർവ്വതത്തിന്റെ മുകളിൽ നിന്നുള്ള ഹംപിയിലെ കാഴ്ചകൾ. അങ്ങിങ്ങായി നശിപ്പിക്കപ്പെട്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളും കാണാം. ഒരു വശത്തുകൂടി തുംഗഭദ്രാ നദി ഒഴുകുന്നു. തുംഗഭദ്രാ നദിയുടെ ഓരത്ത് നിർമ്മിച്ച 64 തൂണുകളുള്ള മണ്ഡപം. മഹത്തായൊരു സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി കൃഷ്ണദേവരായരുടെ സ്മൃതി മണ്ഡപം. ഹംപിയിലെ കാഴ്ചകൾ കണ്ടു മടങ്ങുമ്പോൾ മനസ്സിലോടിയെത്തിയത് ഈ വരികളാണ്. അഭിമാനപൂരിതമാകണമെന്ന രംഗം.